എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ബനാന ഫിംഗർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ഏകദേശം നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബനാന ഫിംഗർ ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ഇത്രയും നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നടുവൊന്ന് കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പഴത്തിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഞാൻ പകുതിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തൊലി റിമൂവ് ചെയ്യുന്നത്. നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ പകുതിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തോളം നമുക്ക് പഴം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാം. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എല്ലാ പഴത്തിൽ നിന്നും ഇതുപോലെ തൊലി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ഏലക്ക പൊടിയാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായൊരു ബാറ്ററാക്കി എടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ചേർക്കാൻ പാടില്ല. കുറേശ്ശെ ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെത് ബാറ്ററൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്ന വരെയാണ് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന പീസസ് ചേർക്കാം. ഞാനത് ഞാൻ കംപ്ലീറ്റ് ബനാന പീസസും ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒരു മാവിലേക്ക് മുങ്ങുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ബനാന പീസസ് ഞാൻ മാവിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് കോൺഫ്ലെക്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ബനാന ഫിംഗർ ഫ്രൈക്ക് ഒരു ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ കോൺഫ്ലെക്സാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, കുറച്ച് ഇത്രയും വലിപ്പത്തിലാണല്ലോ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പൊടിഞ്ഞു കിട്ടും. അങ്ങനത്തെ കോൺഫ്ലെക്സ് ഒക്കെ ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഇരുമ്പ് കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി കിട്ടട്ടെ. അപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ബനാന എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓരോ ബനാനയായിട്ട് എടുത്തിട്ട് വേണം നമുക്കത് കോട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ കോൺഫ്ലെക്സിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണയിലേക്ക് ചേർക്കാം. അങ്ങനെ ഇത് എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം
കോൺഫ്ലെക്സ് ചേർത്തിട്ടുള്ള ബനാന ഫ്രൈ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം വശം കരിഞ്ഞു പോവും. 6 എണ്ണമാണ് അറ്റ് എ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് തിരിച്ചിടാം. അങ്ങനെ 2 സൈഡും നന്നായി ക്രിസ്പി ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇത് 2 സൈഡും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ബ്രോസ്റ്റഡ് ബനാന ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നിങ്ങൾ പഴം ഒന്ന് പൊരിച്ച് നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. എണ്ണയൊന്നും അങ്ങനെ കുടിക്കാതെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ടിഷ്യൂ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു പഴം വെച്ചിന് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് തയ്യാറാക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാം. ബനാന ഫിംഗർ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതൊന്ന് കണ്ടോ, ഫോർക്ക് വെച്ചൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ എംപി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ തന്നെ നമുക്ക് ഈ ബനാന ഫ്രൈയും തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നീളം വേണമെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.